കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ദേവിക ടീച്ചറെ തെരഞ്ഞെടുത്തു. തലസ്ഥാനത്തെ പാർട്ടി ഓഫീസിൽ കനത്ത മഴയ്ക്കിടയിലും പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയം തീപിടിച്ചിരിക്കുകയാണ്. ഒരു രാത്രി. Breaking news. The Chief Minister of Kerala has resigned. What? Resigned? Oh my God, what happened? എന്ത്? മുഖ്യമന്ത്രി രാജിവെച്ചു? എല്ലാ ന്യൂസ് ചാനലുകളും ഒരേയൊരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിട്ടു. മുഖ്യമന്ത്രി രാജിവെച്ചു. ആ വാർത്ത പുറത്തുവന്ന നിമിഷം മുതൽ തലസ്ഥാന നഗരം മുഴുവൻ ഉണർന്നു. പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രവർത്തകരുടെ തിരക്ക്, ന്യൂസ് റിപ്പോർട്ടർമാരുടെ ലൈവ്, പോലീസിന്റെ കനത്ത സുരക്ഷ. പാർട്ടി പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. പക്ഷേ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് പാർട്ടിക്കുള്ളിലായിരുന്നു. മുഖ്യമന്ത്രി കസേര ഇനി ആരുടെ കയ്യിലെത്തും? ആദ്യമായി ഉയർന്ന പേര്, രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ് രാഘവൻ മാഷ്. പാർട്ടിക്കായി ജീവിതം മുഴുവൻ ചെലവഴിച്ച നേതാവ്, കടുപ്പമുള്ള തീരുമാനങ്ങൾ കൊണ്ട് പ്രശസ്തൻ. പക്ഷേ മറ്റൊരു പേർ കൂടി ശക്തമായി ഉയർന്നു: ഗോപാലൻ മാഷ്. ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള, സാധാരണക്കാരുടെ നേതാവെന്ന പേരുള്ള രാഷ്ട്രീയക്കാരൻ. പാർട്ടിക്കുള്ളിൽ രണ്ട് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു. രാഘവൻ മാഷ് മുഖ്യമന്ത്രിയാകണം. ഒരു വിഭാഗം മുദ്രാവാക്യം മുഴക്കി. ഗോപാലൻ മാഷിനാണ് ജനപിന്തുണ. മറ്റൊരു വിഭാഗം തിരിച്ചടിച്ചു. രാത്രി വൈകിയും പാർട്ടി ഓഫീസിൽ രഹസ്യയോഗങ്ങൾ തുടർന്നു. ഒരു അടച്ചിട്ട മുറിയിൽ ഒരുപാട് സമയം ചർച്ചകൾ നടത്തി ആരും അഴിയാൻ തയ്യാറായില്ല. രാഘവൻ മാഷ് കോപത്തോടെ മേശയിൽ കൈ അടിച്ചു. ഈ പാർട്ടിക്കായി ഞാൻ എന്റെ ജീവിതം തന്നു. മുഖ്യമന്ത്രി കസേര എനിക്ക് അവകാശപ്പെട്ടതാണ്. മുറിയിൽ നിശബ്ദത പടർന്നു. അപ്പോൾ ഗോപാലൻ മാഷ് പതുക്കെ എഴുന്നേറ്റു. അധികാരം മാത്രം പോര രാഘവ, ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയത്. ആ വാക്കുകൾ കേട്ട് അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിച്ചു. പാർട്ടി രണ്ടായി പിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അടുത്ത ദിവസം രാവിലെ ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ട വാർത്ത സംസ്ഥാനം ഞെട്ടിച്ചു. ചില MLAമാരെ രഹസ്യമായി റിസോർട്ടിലേക്ക് മാറ്റി. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. പണം, മന്ത്രിസ്ഥാനം, രഹസ്യ കരാറുകൾ. മുഖ്യമന്ത്രി കസേരയ്ക്കായി എല്ലാം നടക്കുകയായിരുന്നു. അതേസമയം ഒരു യുവ മാധ്യമപ്രവർത്തക ചില നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ഒരു രാത്രി അവൾക്ക് ഒരു രഹസ്യ വീഡിയോ ലഭിച്ചു. അതിൽ ചില നേതാക്കൾ അധികാരത്തിനായി നടത്തുന്ന കള്ളക്കളികളുടെ തെളിവുകൾ ഉണ്ടായിരുന്നു. നാളെ ഞാൻ വിളിക്കാം. അടുത്ത ദിവസം രാവിലെ ആ വീഡിയോ പുറത്തുവന്നു. അപകടകരമാണ്. സംസ്ഥാനം മുഴുവൻ ഞെട്ടി. നമുക്ക് ഈ വാർത്ത ലൈവായി കാണാം. ഒരു വലിയ അഴിമതി ആരോപണം ഉയരുന്നുണ്ട്. പ്രതിപക്ഷം രാജിവെക്കുന്നു. അയ്യോ, ഇത് വല്ലാത്ത കാര്യമാണ്. എന്തൊരു നാണക്കേടാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയിക്കാം. നമുക്കൊരു പ്രധാന വാർത്തയുണ്ട്. കൊച്ചിയിൽ നിന്ന് എന്ത്? മന്ത്രിക്കെതിരെ അഴിമതിയോടോ? ഇത് വലിയ കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കൂടുതൽ വിശദാംശങ്ങളുടെ. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഞങ്ങൾക്ക് നല്ല ഭരണമാണ് വേണ്ടത്. അധികാരത്തിനായുള്ള തല്ല് അവസാനിപ്പിക്കൂ. ഈ വാർത്ത വൈറലായിരിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ രോഷം പടർന്നു. അവരെല്ലാം വോട്ട് ചെയ്യാം. ഞാൻ വോട്ട് ചെയ്യുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാധവ വരികയാണ്. ഈ വാർത്ത വൈറലായി എല്ലാവരും കാണുന്നു.
അവസാനം പാർട്ടി ഹൈക്കമാൻഡ് അടിയന്തര യോഗം വിളിച്ചു. ഈ അടിയന്തര യോഗം വിളിച്ചത് ശരിയാണ് മാഷ്. തന്റെ രാഘവൻ മാഷും ഗോപാലൻ മാഷും എല്ലാ പ്രധാന നേതാക്കളും എത്തി. എന്നാൽ നമുക്കൊരു പ്രത്യേക സമിതി രൂപീകരിക്കാം. കേരളത്തിലെ ഈ പ്രതിസന്ധി നമ്മുടെ പാർട്ടി മണിക്കൂറുകളോളം ചർച്ചകൾ നടന്നു. അവസാനം ഹൈക്കമാൻഡ് അപ്രതീക്ഷിത തീരുമാനം പ്രഖ്യാപിച്ചു. ഒരു പ്രസ്താവന തയ്യാറാക്കാം. അത് തന്നെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ദേവിക ടീച്ചറെ തെരഞ്ഞെടുത്തു. ഞങ്ങളൊരു അപ്രതീക്ഷിത തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. താഴെ ചില ചെറുകിട നേതാക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പക്ഷേ ഫലം കണ്ടില്ല. പാർട്ടിയുടെ അടിയന്തര യോഗത്തിൽ ഞങ്ങൾ ഒരു നിർണായക തീരുമാനമെടുത്തു. ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പലരും ബഹളം വെച്ചു. പത്രസമ്മേളനങ്ങൾ നടത്തി. വിജയം കണ്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ പുറത്ത് ജനം ഈ തീരുമാനത്തെ വരവേറ്റു. ദേവിക ടീച്ചർ പൊതുജനങ്ങളെ അഭിസംബോധനം ചെയ്തു സംസാരിച്ചു. ജനങ്ങൾ തെരുവിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവിക ടീച്ചർ. സത്യസന്ധതയും ജനസ്നേഹവും കൊണ്ട് ജനങ്ങളുടെ ഹൃദയം നേടിയ നേതാവ്. ആ വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടി. സത്യപ്രതിജ്ഞ ദിനം എത്തി. ക്യാമറകളുടെ ഫ്ലാഷ് ലൈറ്റുകൾക്കിടയിൽ ദേവിക ടീച്ചർ വേദിയിലേക്ക് നടന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അവൾ മൈക്കിനു മുന്നിലെത്തി. ഒരു നിമിഷം നിശബ്ദമായി നിന്ന ശേഷം അവൾ പറഞ്ഞു, ഖസേരയ്ക്കായി തല്ലുന്ന രാഷ്ട്രീയം അവസാനിക്കണം. ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം തുടങ്ങണം. ജനക്കൂട്ടം കയ്യടിയിൽ പൊട്ടിത്തെറിച്ചു. പക്ഷേ വേദിയുടെ പിന്നിൽ നിന്നുകൊണ്ട് രാഘവൻ മാഷും ഗോപാലൻ മാഷും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും ഒരു തീ കത്തുന്നുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഖസേരയ്ക്കായുള്ള യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല.